കാന്താരി മുളക് പറിക്കാം നമുക്ക്. കാന്താരി മുളക് 2 സൈസ് 3 സൈസ് കാന്താരി മുളക് അത് പറിക്കാതെ. ഇതാണ് കാന്താരി, വെള്ള കാന്താരി ഉണ്ട്. പിന്നെ ചെറിയ തീരെ ചെറുതല്ല, ഒരുവിധം വലിപ്പമുള്ള പച്ച കളറുള്ള കാന്താരി. ഇതിൻ്റെ തീരെ ചെറിയതും ഉണ്ട്, വയലറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും കായ ആയിട്ടില്ല. ആയത് പറിക്കാനും ഇഷ്ടമെല്ലാം കിളികളെല്ലാം കൊത്തിക്കൊണ്ട് പോവുക. പഴുക്കുമ്പോഴത്തേക്കും പക്ഷികളെല്ലാം കൊത്തിത്തിന്നും. പക്ഷികളുണ്ട് ഇഷ്ടം പോലെ, എല്ലാം നമ്മൾ കൊത്തിത്തിന്നും. അതുകൊണ്ട് പറിച്ചു വെച്ചാൽ കാന്താരി ഉണ്ടാകാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ പച്ചമുളക് വാങ്ങൽ കുറവാണ്. കാന്താരി തന്നെ എല്ലാത്തിനകത്തും. അത്യാവശ്യം വലിപ്പമുള്ള കാന്താരി ആയത് കാരണം പച്ചമുളകിന് പകരം മുറിച്ചിടും. അതുകൊണ്ട് പച്ചമുളക് വാങ്ങലേ ഇല്ല, കാന്താരി തന്നെ ആദ്യം. പിന്നെ പച്ചമുളക് കൊണ്ട് എനിക്ക് അത്യാവശ്യം ഓടിച്ചെന്ന് പറിക്കാൻ 1-2 തൈ ഉണ്ട്. ഇന്ന് നോക്കാം, നമുക്ക് 2-3 അതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഉണ്ടായിരുന്നു, മൂത്തം നോക്കാം നമുക്ക്. അതും പറിക്കാം. ചെറിയ കാന്താരി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇത് ചെറുതായി തിരിഞ്ഞു പോയി. വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അതങ്ങനെയായി. ചെറിയ കാന്താരി, പുതിയൊരു ചെറുത് 3 സൈസ് കാന്താരി. പച്ചമുളകും കൂടെ ഉണ്ടോയെന്ന് നോക്കാം നമുക്ക് അതിനകത്ത് പോയിട്ട്. നല്ല ഉണ്ടായിരുന്നു പച്ചമുളക്, അതും കൂടെ നോക്കാം. നല്ല വലിയ മുളകല്ലേ, പച്ചമുളകിന് പോലെ ഇത് മതി. ചൊവയും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, മുളകിന് സാധാ മുളകിൻ്റെ ചുവ തന്നെ. ശരി, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ആരും ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നല്ലേ, ഞങ്ങളെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ടാറ്റ, ബൈ ബൈ.